نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൽ പാലിക്കുകയും മുസ്ലിങ്ങളും മുവഹിദുകളുമായി മരണം വരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാൻ വിജയങ്ങളുടെ ഒരു മാസം, ദൈവസഹായത്തിന്റെ മാസം എന്ന നിലയ്ക്ക് ചരിത്രത്തിൽ പരിചയപ്പെട്ട് കാണാൻ കഴിയും. പ്രവാചകന്റെ കാലത്ത് റമളാൻ 17 ഹിജ്റ 2 ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബദറിന്റെ വിജയം നടക്കുന്നത്. റമളാൻ 8 മക്ക വിജയം, ഫത്ഹു മക്കയുടെ സമാരംഭം കുറിക്കുന്നത്. റമളാൻ ഹിജ്റ 658 പരിശുദ്ധ റമളാനിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചിരുന്ന താർത്താരികളിൽ നിന്ന് രക്ഷപ്രാപിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരുന്നത്. ഹിജ്റ വർഷം 92 റമളാനിലാണ് താരിഖ് ബിൻ സിയാദ് ഉന്തുലുസിന്റെ വിജയവുമായി മുസ്ലിങ്ങൾക്ക് വലിയ ഒരു മുന്നേറ്റം സമ്മാനിക്കുന്നത്. വിവിധ സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവസഹായത്തിന്റെയും അവന്റെ സഹായത്തിന്റെയും കാരണമായി മാറിയതാണ് പരിശുദ്ധ റമളാൻ. വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സഹായം അനൽപമായി അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഉമ്മത്ത്, ഒരു സമൂഹം എന്ന നിലയ്ക്കും. നാം ജീവിക്കുന്ന വർത്തമാനകാല സാഹചര്യം അത്രമേൽ ആശ്വാസകരമല്ല. പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയ യുദ്ധകാർമേഘങ്ങൾ അവിടെയും ഇവിടെയും പേമാരികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന
ഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം മുന്നോട്ടു പോകുന്നത്. ഇത് പരിശുദ്ധ റമദാനിലാണ് എന്നത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും അല്ലാഹുവിങ്കിലേക്ക് കൈ ഉയർത്തി സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ബാധ്യത കൂടിയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ബദറിന്റെ വിജയത്തെക്കുറിച്ച് സ്മരിക്കുന്ന സന്ദർഭത്തിൽ അതൊരു ചരിത്രം എന്ന നിലയ്ക്ക് അയവിറക്കുന്നതിനോടൊപ്പം വർത്തമാനകാലവുമായി അതിനുള്ള ബന്ധത്തെക്കൂടി നാം തിരിച്ചറിയണം. ഒന്ന്, ഏത് യുദ്ധസാഹചര്യത്തിലും ഏത് യുദ്ധമുഖത്തും പീഡനങ്ങൾ ശക്തമാകുന്ന സന്ദർഭങ്ങളിലും ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന്, തന്റെ കയ്യിൽ കിട്ടുന്നതൊക്കെയും പുറത്തു പറയാതിരിക്കുക എന്നതാണ്. സത്യവിശ്വാസത്തിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ സൂറ ഹുജറാത്തിൽ പറയുന്നത്, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല. നിങ്ങളുടെ അടുക്കൽ അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങളതിന്റെ വസ്തുതകളെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചിരിക്കണം. അങ്ങനെ അന്വേഷിക്കാതെയാണ് അത് പറയുകയും ഫോർവേഡ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി, കഫാ മിൽ മർഇ കദിബൻ അൻ യഖൂല ലികുല്ലി മാ സമിഅ. താൻ കേൾക്കുന്നതൊക്കെയും പറയുന്നതുകൊണ്ട്, പറയുക എന്നത് നാവുകൊണ്ടുള്ള പറച്ചിൽ മാത്രമല്ല, എന്റെ ഡിവൈസുകളിലൂടെ, ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ ഞാൻ കേട്ട ഒന്ന്, കണ്ട ഒന്ന്, മനസ്സിലാക്കിയ ഒന്ന് മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതും പറച്ചിലാണ്, മൗനമായ സംസാരമാണ്. അങ്ങനെ ആരെങ്കിലും സംസാരിക്കുകയോ പറയുകയോ ചെയ്യുന്നുവെങ്കിൽ അവൻ കദിബൻ, കളവ് പറഞ്ഞവന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. ഷാ ഭരണകൂടം നിലനിൽക്കുന്ന സമയത്ത് താർത്താരികളുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. മംഗോളിയരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വരികയും അദ്ദേഹത്തെ കൊള്ളയടിക്കുകയും ചെയ്തു. ഈ കൊള്ളയടിക്കുന്ന ഒരു സന്ദർഭത്തിലുണ്ടാകുന്ന ആരാണ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രമേൽ ദുഃഖപൂർണമായ സാഹചര്യങ്ങൾക്ക് താർത്താരികൾ തിരികൊളുത്തിയത്. സമർഖന്ദിന്റെയും കൊർഡോവയുടെയും ബാഗ്ദാദിന്റെയും ബൈത്തുൽ ഹിക്മയുടെയും ഒക്കെ ചരിത്രവും നാശവും ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. 1967 അറബ് ഇസ്രായേലി യുദ്ധം നടക്കുകയാണ്. ആ അറബ് ഇസ്രായേലി യുദ്ധം നടക്കുന്ന സമയത്ത് ജൂൺ 6-ാം തീയതി ഭരണാധികാരിയായിട്ടുള്ള അൻവർ സാദത്ത് തങ്ങളുടെ താവളത്തിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം ലഭിച്ചു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റഡാറുകളിൽ നിന്ന് അത്തരം ന്യൂസുകൾ പുറത്തേക്ക് പോകരുത് എന്നതും, ഇത്തരത്തിലുള്ള ഒരു വിവരം ചോർന്നു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് റഡാറുകൾ ഓഫ് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം സാമൂഹിക മാധ്യമങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് വായകളിൽ നിന്ന് വായകളിലേക്ക്, സംസാരങ്ങളിൽ നിന്ന് സംസാരങ്ങളിലേക്ക്, നാവുകളിൽ നിന്ന് നാവുകളിലേക്ക് തത്തിപ്പടർന്നു. 1967 അറബ് ഇസ്രായേൽ യുദ്ധം അറബ് സമൂഹത്തിന്റെ വിജയത്തിലേക്കും ഇസ്രായേലിന്റെ പതനത്തിലേക്കും നയിക്കുന്നൊരു സുപ്രഭാതത്തിൽ ഒരു ചെറിയ തീപ്പൊരി വീണാൽ വെടിമരുന്ന് ശാല പോലെ ആകെ ആളിക്കത്താവുന്ന തരത്തിലേക്ക് ഇസ്രായേലിന് അനുകൂലമായി, യഹൂദികൾക്ക് അനുകൂലമായി മാറിയത് ഇല്ലാത്ത ഒരു വാർത്ത നാവുകളിൽ നിന്ന് നാവുകളിലേക്ക്, ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് പടർന്നതാണ്. ഒരു വേള നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ, ആ വാർത്തകൾ ഇവിടെ നിന്ന് തിരിച്ചും മറിച്ചും ഷെയർ ചെയ്യുക വഴി വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ
തീർത്താൽ തീരാത്ത മുറിവുകൾ, മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നതിന് അത് കാരണമായി തീരും എന്നത് തിരിച്ചറിയുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിനു പകരം, അല്ലാഹുവിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതിനു പകരം ആശ്വാസത്തിന്റെ പടച്ചവന്റെ സഹായം അത്തരം പ്രദേശങ്ങളിലേക്ക് ലഭ്യമാകേണ്ടതിനു പകരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നൊരു സുപ്രഭാതമുണ്ട്. യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നവരാണ്, ഉംറ നിർവഹിക്കാൻ വേണ്ടി കടന്നു വരുമ്പോഴാണ് അതിനുള്ള സാഹചര്യം ഒത്തുകൂടാതിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കുന്നു. ആ ചർച്ചാവേളയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത വന്നു. വാർത്തയുടെ നിജസ്ഥിതി എന്ത് എന്നതിനപ്പുറത്ത് ആ വാർത്ത ഒരു ചെറിയ വാർത്തയുടെ ഫലമായിട്ടാണ് ബൈഅത്തു റിദ്വാൻ സംഭവിക്കുന്നത്. അത് തെറ്റാണ് എന്ന് പറയാനല്ല ഞാൻ ഈ ചരിത്രം ഉദ്ധരിക്കുന്നത്, മറിച്ച് ഏറ്റവും ദുരന്തപൂർണമായൊരു സാഹചര്യത്തിലേക്ക് ദുനിയാവിലും പരലോകത്തിലും കാരണമായി തീരുന്നത് ഇത്തരത്തിലുള്ള ദുരന്ത സാഹചര്യങ്ങളിൽ എന്റെ കയ്യിൽ കിട്ടുന്നൊരു വാർത്തയെ മറ്റുള്ളവരിലേക്ക് നിജസ്ഥിതി അറിയാതെ പകരുക എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. രണ്ടാമത്തേത്, ഇത്തരമൊരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് മർദ്ദിതന്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്നതാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണ് മർദ്ദിതനോടൊപ്പം നിൽക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, കുട്ടികളായ, സ്ത്രീകളായ, പുരുഷന്മാരായ പീഡിത ജനവിഭാഗങ്ങളുടെ കൂടെ നിന്ന് പൊരുതാൻ നിങ്ങൾക്കെന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് സത്യവിശ്വാസികളെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. യുഎസിന്റെയോ ഇസ്രായേലിന്റെയോ നേതൃത്വത്തിലുള്ള യുദ്ധം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സ്ഥാപിക്കാനും ഷിയായിസത്തെ പൊളിക്കാനുമല്ലെന്ന് തിരിച്ചറിയാൻ മുസ്ലിം സമുദായത്തിന് എപ്പോഴാണോ വൈകിപ്പോകുന്നത്, അത് ദുരന്തപൂർണമായൊരു സാഹചര്യത്തെയായിരിക്കും സൃഷ്ടിക്കുക. ഷിയായുടെയും സുന്നിയുടെയും ആദർശ തർക്കങ്ങളിൽ അഭിരമിക്കേണ്ടവരല്ല മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. അതിന്റെ പ്ലാറ്റ്ഫോം വേറെയാണ്, അതിന്റെ ചർച്ചകൾ വേറെയാണ്. ഷഹീദിന്റെ പദവി നൽകണോ വേണ്ടയോ എന്നതിന്റെ ചർച്ചയല്ല മുസ്ലിം സമൂഹം ഈ ദാരുണമായ ഘട്ടത്തിൽ നിർവഹിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ മുസ്ലിം സമുദായത്തിന് കഴിയാതെ പോകുന്നു എന്ന ദുരന്തമാണ് സമകാല സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. പീഡിതന്റെ കൂടെ നിൽക്കാൻ കഴിയണം, വിഷമിക്കുന്നവന്റെ കൂടെ നിൽക്കാൻ കഴിയണം, അന്നം കിട്ടാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ആകാശത്തേക്ക് കൈയുയർത്താൻ കഴിയണം. അവന്റെ മതത്തിന്റെയോ ജാതിയുടെയോ വംശത്തിന്റെയോ വർഗത്തിന്റെയോ സംഘടനാപരമായ വൈര്യനിര്യാതന ബുദ്ധി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയരുത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള വിയോജിപ്പ്, ഒരു സമൂഹത്തോടുള്ള എതിർപ്പ്, ഒരു സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ, ആ തിന്മയുടെ പേരിൽ അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്കു കാരണമുണ്ടാകാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ ചരിത്ര സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദ പ്രചരണം നിർവഹിച്ചിട്ടുള്ള മിസ്തഹ് ബിൻ അസാസ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞത് അദ്ദേഹം ചെയ്ത തെറ്റിനെ ചെറുതായി കണ്ടതുകൊണ്ടല്ല, അദ്ദേഹം ചെയ്തത് അപരാധമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമല്ല, ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ ക്രൂരതയും മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയും പ്രശ്നങ്ങളും കക്ഷിത്തരവും ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മിസ്തഹ് എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെ നിൽക്കണമെന്നത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ കൽപ്പനയായിരുന്നു. പണവും പ്രതാപവും നൽകുകയും ഭൗതികമായ സൗകര്യങ്ങൾ ലഭ്യമാവുകയും ചെയ്തിട്ടുള്ള അബൂബക്കർ, താങ്കൾ തന്റെ കൂടെ ഇതുവരെ ജീവിച്ചിരുന്ന മിസ്തഹിന് അന്നം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തിരുത്തിയപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹിനെ ചേർത്തു പിടിച്ചത്. നിങ്ങൾക്ക് കഴിയുമോ, എനിക്ക് കഴിയുമോ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഒരു മകനെക്കുറിച്ചും മകളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച് അപവാദ പ്രചരണം നാടുനീളെ പ്രചരിപ്പിച്ചൊരു മനുഷ്യനെ ചേർത്ത് നിർത്താൻ, മനുഷ്യനെന്ന നിലയ്ക്ക് ചേർത്ത് നിർത്താൻ കഴിയുമോ? സാധ്യത കുറവാണ്.
ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പീഡിതരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നത്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സ്ഥാപിച്ചെടുക്കാനല്ല യുഎസിന്റെയും ഇസ്രായേലിന്റെയും പട ഇറാനിലേക്ക് കയറിയത്. മറിച്ച് മദീന വരെ, മക്കയുടെയും മദീനയുടെയും പ്രാന്തപ്രദേശങ്ങൾ വരെ വീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമായ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സ്ഥാപിക്കാനുള്ള ചെറിയ ചെറിയ ശ്രമങ്ങളുടെ ഫലമായി സംഭവിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ സാമൂഹിക മാധ്യമങ്ങളിലും വിവിധങ്ങളായ തലങ്ങളിലും അവിടെയുള്ള ആദർശപരമായ പൊരുത്തക്കേടുകളെക്കുറിച്ച് സംസാരിക്കുന്നതിനപ്പുറത്ത് ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് പടച്ചവനെ എന്ന് പ്രാർത്ഥിക്കാൻ സമയം കളയേണ്ടവനാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്ന് പറയുന്നത്. കാരണം എന്ത്? മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ട പാഠം, ഒരു കാരണവശാലും മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരുപക്ഷെ ആരുമില്ലാതിട്ടൊരു സാഹചര്യമുണ്ടാകാം. യഹൂദികളെക്കുറിച്ച്, അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് ദീർഘമായി ഈ മിമ്പറിൽ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. യഹൂദികൾ ആരാണെന്ന് തിരിച്ചറിയണം, യഹൂദികളെ പിന്തുണക്കുന്നവരാരാണെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വതറാ കസീറൻ മിൻഹും, അവരിൽ അധികം ആളുകളെയും നിനക്ക് കാണാൻ കഴിയും. യുസാരിഊന ഫിൽ ഇസ്മി, അവർ തിന്മയുടെ അധർമ്മത്തിന്റെ കാര്യത്തിൽ ധൃതി പിടിക്കുന്നവരാണ്. വൽ ഉദ്വാൻ, ശത്രുതയുടെ കാര്യത്തിലും ധൃതി പിടിക്കുന്നവരാണ്. വഅക്ലിഹിം അസ്സുഹത, സുജൂദ് ചെയ്തു പോകും വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ. വഅക്ലിഹിം അസ്സുഹത, ഒരു സമൂഹത്തെ നശിപ്പിക്കാനും തരിപ്പണമാക്കാനും വേണ്ടിയിട്ടുള്ള അധർമ്മത്തിന്റെയും തെറ്റിന്റെയും കച്ചവടത്തിന്, ആ കച്ചവടം കൊണ്ട് ലഭിക്കുന്ന പണം തിന്നാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലാണ് രേഖപ്പെടുത്തിയത്. ഇത് മറിച്ചു നോക്കേണ്ടതില്ലേ മുസ്ലിം സമൂഹം? വഅക്ലിഹിം അസ്സുഹത ലബീസ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നീചമായ കാര്യമാണ്, മോശമായ കാര്യമാണ്. ആശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ അതിനുശേഷത് ഒരു തെളിനീരെന്ന നിലക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയും. കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി, കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി, ഏതു സന്ദർഭത്തിലാണോ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തീനാളങ്ങൾക്ക് വേണ്ടി അവർ മെല്ലെ മെല്ലെ കോപ്പ് കൂട്ടുന്നത്, ആ കോപ്പ് കൂട്ടുന്ന സമയത്ത് യുദ്ധത്തിന്റെ തീനാളങ്ങളെ ഉരച്ച് ഉരച്ച് കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും പടച്ചതമ്പുരാൻ ആ തീ അണക്കുക തന്നെ ചെയ്യും. ഈമാനിന്റെ കരുത്തുകൊണ്ട് അകത്തുനിന്ന് ഉയർന്നു വരേണ്ട പടച്ചവന്റെ സഹായത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യമാണിത്. ബദറിന്റെ ചരിത്രം പറയുമ്പോൾ ഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട പാഠമാണത്. പടച്ചതമ്പുരാൻ ആ തീനാളത്തെ അണച്ചു കളയും. വയസ്ഔന, എന്നാൽ അവർ പരിശ്രമിക്കുന്നത് വയസ്ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു ഒരിക്കലും ഫസാദ് ചെയ്യുന്ന, അവിവേകം ചെയ്യുന്ന, അധർമ്മം ചെയ്യുന്ന കുഴപ്പക്കാരായ ആളുകളെ പടച്ചതമ്പുരാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിന് സഹായങ്ങൾ ഒരുപക്ഷെ ലഭിച്ചില്ല എന്ന് വരാം, ആഭ്യന്തരപരവും ബാഹ്യവുമായ സഹായങ്ങൾ ലഭ്യമായില്ല എന്നും വന്നേക്കാം. പക്ഷേ അബാബീൽ പക്ഷികൾ മൃതിയടഞ്ഞു പോയിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ ഈമാനിന്റെ കരുത്തുകൊണ്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. എപ്പോഴാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ പീഡിത ജനവിഭാഗത്തിന്റെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അർരിജാൽ വന്നിസാ വൽ വിൽദാൻ, 3 പേരെയാണ് അവിടെ എണ്ണിയത്. അറിയില്ലേ നമുക്ക് സംഭവത്തെക്കുറിച്ച്? വിശദീകരിക്കേണ്ടതില്ലല്ലോ. പ്രിയപ്പെട്ട പിഞ്ചോമന മക്കൾ, 200 ചില്ലാനത്തോളം വരുന്ന പിഞ്ചോമന മക്കൾ, ചുണ്ടിൽ പുഞ്ചിരി മാത്രം വിരിയുന്ന പിഞ്ചോമന മക്കളെയാണ് നശിപ്പിച്ചു കളഞ്ഞത്. അവരുടെ കൂടെ നിൽക്കുന്നതിന് പകരം ആശയപരമായ തർക്കങ്ങളിലേക്കാണോ കടന്നു പോകേണ്ടത്? അത് മറ്റൊരു ഭാഗത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെയൊക്കെ കയ്യിൽ പിടിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖം വെച്ചൊന്ന് മാറി നോക്കൂ. ഇറാനിലെ സ്കൂളിൽ പിഞ്ചോമന മക്കളായ 200ഓളം വരുന്ന കൊച്ചുകുട്ടികൾ, ഉമ്മമാർ ഉമ്മ വെച്ച് കൊതി തീരാത്ത, അമ്മിഞ്ഞ കൊടുത്ത് കൊതി തീരാത്ത പ്രിയപ്പെട്ട മക്കളാണവര്. ആ മക്കളുടെ കഫംപുടവയിൽ പൊതിഞ്ഞിട്ടുള്ള നിരനിരയായി വെച്ചിട്ടുള്ള ചിത്രമൊന്ന് കാണുമ്പോ ഹൃദയത്തിൽ നിന്ന് പടച്ചവനെ എന്ന് പറയുന്നൊരു വിളി ഉയർത്താൻ മുസ്ലിം എന്ന് പറയുന്ന ഒരാൾക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ
അള്ളാഹുവിന്റെ സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തു തന്നെ ലഭിക്കണം എന്നില്ല. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. മക്കയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുന്നു, ഉംറ നിർവഹിക്കാൻ മദീനയിൽ നിന്ന് വരുന്നു. പക്ഷെ തിരിച്ചു പോകണമെന്ന് പറയുന്നു. ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നു. സാഹചര്യങ്ങൾ വ്യത്യസ്തമായി തീരുന്നു. അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ ശത്രുക്കളായ ആളുകൾ, ഖുറൈശികളായ ആളുകൾ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. അത്തരമൊരു ഘട്ടം പ്രവാചകന്റെ മുമ്പിലുള്ളത് പരിശോധിച്ചു നോക്കുക. പിറന്ന മണ്ണും നാടുമായ പ്രിയപ്പെട്ട മക്കയെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹിജ്റ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹിജ്റയുടെ സന്ദേശത്തിന്റെ അവസാന ഘട്ടത്തിൽ മക്കയുടെ അതിർത്തി പ്രദേശത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നീ എന്നെ പെറ്റ നാടാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ നോട്ടം. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. ശത്രുക്കളായ ആളുകൾ എത്രപേരാണ് പ്രയാസപ്പെട്ടത്, എത്ര പേരാണ് പ്രവാചകനെ പ്രയാസപ്പെടുത്തിയത്, എത്രയെത്ര സഹാബി വര്യരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നഷ്ടപ്പെട്ടത്. ചരിത്രമാണ് നമ്മോട് വിശദീകരിച്ചു തരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്കായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന് ആ ഹംസ റളിയല്ലാഹു അൻഹു തന്റെ കൂടെ നിന്ന് ഇസ്ലാമിന്റെ വിജയത്തിന്റെ ഉയർച്ചയിലേക്ക് പോകുന്നതിന് അല്പസമയം മാത്രമേ കാരണമായുള്ളൂ. ഷഹീദിന്റെ പദവി നൽകി ഉഹുദിന്റെ രണാങ്കണത്തിൽ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പടച്ചവന്റെ പ്രവാചകനോട്, റസൂലുള്ളാഹിയോട് സഹാബീവര്യരായ ആളുകൾ ചോദിച്ചു, മതാ നസ്റുല്ലാ, എവിടെയാണ് പടച്ചവന്റെ സഹായം എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട് എന്നത്. ആ അടുപ്പത്തിന്, ആ സമീപത്തിന്, ഏറ്റവും അടുപ്പമുണ്ടെന്ന് പറയുന്ന വാക്കിന് ദീർഘമായ വർഷങ്ങളോളം കാലാവധി ഉണ്ടായിരുന്നു എന്നത് ചരിത്രമാണ് നമ്മെ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ ഫലാ തസ്തഅജിൽ ലഹും. ഫസ്ബിർ, പ്രവാചകരെ താങ്കൾ ക്ഷമിക്കണം. ക്ഷമയുടെ താരാട്ടുപാട്ട് പാടാൻ തന്നെയാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ക്ഷമിക്കണം നിങ്ങൾ. ഫലാ തസ്തഅജിൽ ലഹും, നിങ്ങൾ ഒരിക്കലും അവിവേകമോ അധർമ്മമോ ധൃതിയോ കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ. 1. 2 വത്തഖൂ, നിങ്ങൾ തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുകയാണെങ്കിൽ ലാ യദുറുക്കും കൈദഹും ശൈആ, ലാ യദുറുക്കും കൈദഹും ശൈആ, അവരുടെ തന്ത്രങ്ങൾ ഒരിറ്റു പോലും വിലപ്പോവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീതാ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വലയം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ബൈത്തുൽ മുഖദ്ദസ്, മുസ്ലിങ്ങളുടെ 3ാമത്തെ തീർത്ഥാടനം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകേണ്ട ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചുപോയി. യഹൂദികളായ ആളുകൾ ആ ബൈത്തുൽ മുഖദ്ദസിനെ ഉടമപ്പെടുത്തി. ആ ഉടമപ്പെടുത്തിയ സമയത്ത് ഫാത്തിഹ ഖുദ്സിന്റെ വിമോചകനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ് പിന്നീട് അതിനെ തിരിച്ചുപിടിക്കുന്നത്. ആ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിനെ തിരിച്ചുപിടിക്കുന്ന ഘട്ടത്തിൽ വലിയ സംഘവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. യുദ്ധം നടക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ വന്നിട്ടുള്ള സത്യവിശ്വാസികളായ ആളുകൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹം യുദ്ധത്തിന് പോകുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി സമയത്ത് സുബഹിയുടെ മുമ്പ് അന്ത്യയാമത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തന്റെ പ്രിയപ്പെട്ട സഖാക്കളായ ആളുകളെ, കൂടെയുള്ള ആളുകളെ എഴുന്നേൽപ്പിക്കും, തഹജ്ജുദ് നമസ്കരിപ്പിക്കും, പ്രാർത്ഥിപ്പിക്കും, പടച്ചവനോട് പ്രാർത്ഥിപ്പിക്കും. തെറ്റുകളിൽ നിന്ന് പാപമോചനം തേടാൻ വേണ്ടി അവർ പറയും, അവർ കരഞ്ഞു പ്രാർത്ഥിക്കും. ഹൃദയം തെളിഞ്ഞ അവസ്ഥയിലെത്തിയപ്പോ മാസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വത്തഖൂ, തഖ്വ പാലിക്കാൻ തയ്യാറാകണമെന്നതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന. അവസാനം ആരോരും പറയാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ദിനേന എന്നോണം പടച്ചവനോട് നാഥാ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് ആളുകൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെയുണ്ടായപ്പോഴാണ് ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി ഫാത്തിഹ ഖുദ്സ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തയ്യാറാകുന്നത്. ചരിത്രമെടുത്ത് പഠിക്ക്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത്, ബലാ ഇൻ തസ്ബിറു വതത്തഖൂ വയഅതൂകും മിൻ ഫൗരിഹിം, അറിയുക, ഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ, വയഅതൂകും മിൻ ഫൗരിഹിം,
വയഅ്തൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബി5000 മിനൽ മലായികതി മുസവ്വിമീൻ. പ്രത്യേകമായി അടയാളം ചാർത്തിയിട്ടുള്ള 5000-ഓളം വരുന്ന മലക്കുകളെ ഉപയോഗിച്ച് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബദർ നമുക്ക് പരിചയമുണ്ട്. അവിടെ പ്രകൃതിയുടെ നിയമമനുസരിച്ച് 10,000-കണക്കിന് ആളുകളെ 100-കണക്കിന് ആളുകൾ ചെന്നാൽ ജയിച്ചടക്കാൻ കഴിയില്ല. പക്ഷേ ബദറിന്റെ വിജയം എന്ന് പറയുന്നത് തഖ്വയുടെ വിജയമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിജയമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും തഖ്വയുടെയും വിജയമായ ബദറിന്റെ പാഠം നാം ഗ്രഹിക്കുന്ന ഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് പടച്ചതമ്പുരാനോട് അത്രമേൽ ആത്മബന്ധവും അടുപ്പവും പാലിക്കാൻ കഴിയുക എന്നതാണ്. പടച്ചവന്റെ തീരുമാനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ബദറിനെ കുറിച്ച് പറയുന്നിടത്ത് അൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരുന്നു, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ദുർബലരായിരുന്നു. പക്ഷെ ഈമാനിന്റെ കരുത്തു മാത്രമാണ് നിങ്ങൾക്കുള്ളത്. കാച്ചിരുമ്പിനെ പോലും തോൽപ്പിക്കുന്ന ഈമാനിന്റെ കരുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ വലിയൊരു സംഘത്തെ നേരിടാൻ സാധ്യമായി. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ സാഫല്യം എന്ന നിലയ്ക്ക് തുടരെ അയച്ചിട്ടുള്ള 1000-കണക്കിന് മലക്കുകളുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ബദറിൽ ജയിച്ചു പോകാൻ സാധ്യമായി. ഈ ജയം ഏതെങ്കിലും 2 യുദ്ധങ്ങളിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്നതിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. മറിച്ച് സത്യവിശ്വാസത്തിനെതിരിൽ, അധർമ്മത്തിനെതിരിൽ, അക്രമത്തിനെതിരിൽ, അനീതിക്കെതിരിൽ ആരാണോ പടച്ചവനോട് പറയുന്നത്, ആ പടച്ചവനോട് പറയുന്ന വാക്കുകൾക്ക് അവന്റെ ഈമാനിന്റെയും തഖ്വയുടെയും സൂക്ഷ്മതയുടെയും ക്ഷമയുടെയും അടിസ്ഥാനത്തിൽ തീർച്ചയായും ഫലമുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിയണം എന്നാണ് സൂചിപ്പിച്ചത്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ ആശ്വാസത്തിന്റെ ഒരു വചനമുണ്ട്, വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ. ഈ ദുനിയാവിൽ സത്യം സ്ഥാപിക്കണമെന്നതാണ് പടച്ചവന്റെ തീരുമാനം. മാ ബലഗൽ ലൈലു വന്നഹാർ. ആകാശവും ഭൂമിയും, സൂര്യപ്രകാശം ആകാശവും ഭൂമിയും എവിടെയാണോ ചെന്നു നിൽക്കുന്നത് അവിടെയെല്ലാം ഈ സത്യത്തിന്റെ പ്രകാശത്തെ പടച്ചവൻ കൊണ്ടുവരും. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, യുഹിഖൽ ഹഖ ബികലിമാതിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിശ്ചയം നിങ്ങൾക്ക് വിജയം വരിക്കാൻ കഴിയും. ബദറിന്റെ വിജയം അതാണ്. ആയുധമില്ല, ആൾബലമില്ല, പക്ഷേ പടച്ചവന്റെ പ്രവാചകന്റെയും സഹാബികളുടെയും കയ്യിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്തുണ്ട്. ആ കരുത്തുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലം തുഅബദ ഫിൽ അർളി അബദാ. പടച്ചവനെ, ഈ ചെറു സംഘത്തെ എങ്ങാനും നശിപ്പിച്ചാൽ പിന്നീട് നിന്നെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുകയില്ല എന്നതാണ്. അല്ലാഹുവിനെ വിളിച്ചതിന് ശേഷം ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിലേക്ക് ഏതു തരത്തിലാണ് പടച്ചവൻ സഹായം നൽകേണ്ടത് എന്നതാണ് ആലോചിക്കേണ്ടത്. ദഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ലൈനവൻ ആട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. കവിതകളിലൂടെയും മാലപ്പാട്ടുകളിലൂടെയും മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ആയ ആളുകൾ പടച്ചവന് പകരം ബദർ ശുഹദാക്കളിലേക്കാണ് തങ്ങളുടെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ, ബദരീങ്ങളെ, നിങ്ങൾ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾക്കിനി ആരാണുള്ളത് എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ആളുകൾ. ആലോചിക്കണം, ഈ ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, അവർ ശുഹദാക്കളായത്, അവർ ഷഹീദായി മാറിയത് പടച്ചവനെ മാത്രം ആരാധിക്കണമെന്നതിനു വേണ്ടിയാണ്. അവിടെയുള്ള അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ആളുകൾക്ക് പടച്ചവനല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് എങ്കിൽ തേനൊഴുകുന്ന പാലൊഴുകുന്ന ഒരു സംവിധാനം മക്കയിൽ ചെയ്തു കൊടുക്കുമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അവരുടെ പിതാക്കന്മാരായ ആളുകൾ, പ്രപിതാക്കന്മാരായ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ശരിയല്ലെന്ന് പറയുകയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ബദറിൽ പങ്കെടുത്തത്, ഉഹുദുണ്ടായത്, ഹന്തക്കുണ്ടായത്, ഹുനൈനുണ്ടായത്, അഹ്സാബുണ്ടായത്, തബൂക്കുണ്ടായത് അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറയാനാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമൂഹത്തിന്റെ തഖ്വയുടെയും വിശ്വാസത്തിന്റെയും കട്ടിയും ഖനവും ബദറിന്റെ പശ്ചാത്തലത്തിൽ പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. ആകാശത്തേക്ക് ഉയർത്തി കൈനീട്ടുന്ന സമയത്ത് പടച്ചവൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പടച്ചവന്റെ സഹായം എന്ന നിലയ്ക്ക് ലഭ്യമാവുകയും ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയെയും ശക്തിയെയും വിളിക്കാതെ
പടച്ചവനെ മാത്രം വിളിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏകദൈവാരാധനയ്ക്ക് വേണ്ടി നിലകൊണ്ട പ്രവാചകനാണ്, വിഗ്രഹാരാധനയ്ക്കെതിരായ പ്രവാചകനാണ്. പക്ഷേ മക്ക വിജയത്തിന്റെ സമയത്ത് റസൂലുള്ള കഅബാലയത്തിലേക്ക് കടക്കുമ്പോ ആ കഅബാലയത്തിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമുണ്ടായിരുന്നു എന്നത് ചരിത്രം രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, വിഗ്രഹങ്ങളെയെല്ലാം കൊത്തി നുറുക്കുകയും വലിയ വിഗ്രഹത്തിന്റെ തലയിൽ കോടാലി കഴുത്തിവെക്കുകയും ചെയ്ത് വിഗ്രഹാരാധന പാടില്ലെന്ന് പറഞ്ഞൊരു പ്രവാചകനെ, ആ പ്രവാചകന്റെ വിഗ്രഹമുണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന ഒരു സമൂഹത്തെയാണ് പിന്നീട് കണ്ടത്. എന്നതുപോലെ ചോര നീരാക്കി പണിയെടുത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഉറങ്ങിയിട്ട് ക്ഷീണം മയക്കവും ബാധിച്ച് കഷ്ടപ്പെട്ട് ബദർ യുദ്ധത്തിലേക്ക് പോയിട്ടുള്ള, ബദറിൽ പങ്കെടുത്തിട്ടുള്ള സഹാബികളെയാണ് പിന്നീട് ശുഹദാക്കൾ എന്ന പേരിൽ വിളിക്കാൻ തയ്യാറാകുന്നത് എന്ന് പറയുമ്പോ ബദിരീങ്ങളാൽ തുണ റബ്ബന, പടച്ചോനെ ബദിരീങ്ങളെ കൊണ്ട് ഞങ്ങളെ തുണക്കേണമേ എന്ന്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. നിങ്ങൾ നിങ്ങളുടെ സഹായത്തിനും പ്രാർത്ഥനയ്ക്കും അർഹത നേടുന്നുവെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും. വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും, ഞാൻ നിങ്ങൾക്ക് ഇത് സന്തോഷ വാർത്ത എന്ന നിലക്കാണ് അറിയിച്ചു തരുന്നത്. എന്ത്? നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ തഖ്വയുള്ളവരാവുക, നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കുക എങ്കിൽ ആ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, അയ്യായിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഞാനുണ്ടായിരിക്കും എന്ന് പടച്ചവൻ പറയുന്നു. ആ ആയത്തിന്റെ തുടർച്ച ഇങ്ങനെയാണ്, വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും, നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. വലയതുമഇന്ന ഖുലൂബുക്കും, വലയതുമഇന്ന ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തത ലഭിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, അല്ലാഹുവിന്റെ സഹായം എന്ന് പറയുന്നത് ശരിയായ സഹായം, അന്നസുർ ദ വിക്ടറി, ശരിയായ സഹായം എന്ന് പറയുന്നത് സ്തുത്യർഹനായിട്ടുള്ള, പ്രതാപവാനായിട്ടുള്ള, യുക്തിമാനായിട്ടുള്ള പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നതാണ് എന്നത്. ലിയുഹിഖൽ ഹഖ, സത്യം സ്ഥാപിക്കലാണ് എന്റെ ധർമ്മം എന്ന് പറയുന്നത്. പടച്ചവൻ പറയുന്നു വയുബ്തിലൽ ബാത്തില, വയുബ്തിലൽ ബാത്തില, അധർമ്മത്തെ തകർത്തു തരിപ്പണമാക്കുക എന്നതു തന്നെയാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. വലൗ കരിഹൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ അതിഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് വയഖ്തഅ ദാബിറൽ കാഫിരീൻ, വയഖ്തഅ ദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ എല്ലാവിധത്തിലുള്ള കൈവഴികളെയും വെട്ടി നുറുക്കുക തന്നെ ചെയ്യും ഞാൻ എന്ന് പടച്ചവനിലേക്ക് ചേർത്തുപയോഗിക്കുകയാണ്. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകണം. രണ്ട്, ജീവിതത്തിൽ തഖ്വ പാലിക്കാൻ കഴിയണം. മൂന്ന്, പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി മുന്നോട്ട് പോകാൻ കഴിയണം. നാല്, ലഭ്യമാകുന്ന വാർത്തകളെ വളച്ചുകെട്ടുകളില്ലാതെ വസ്തുതകൾ മനസ്സിലാക്കി പറയണം എങ്കിൽ മാത്രം പറയുന്ന അവസ്ഥയുണ്ടാകണം. അഞ്ച്, പീഡിതരായൊരു ജനസമൂഹത്തിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ അവസാന ദിനങ്ങളിലേക്ക് എത്ര പെട്ടെന്നാണ് നമ്മൾ എത്തിച്ചേർന്നത് എന്നത് നാം ആലോചിക്കുക. അവസാന 10 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതാണ് എന്ന് നമുക്കറിയാം. എന്താണതിന്റെ പ്രതിഫലം? ഒന്ന്, പടച്ചതമ്പുരാന്റെ ലൈലത്തുൽ ഖദർ ഇറങ്ങുന്നൊരു സന്ദർഭമാണ്. ഇവിടെ അള്ളാന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിനു വേണ്ടി, എന്റെയും നിങ്ങളുടെയും നരകവിമുക്തിക്കും സ്വർഗത്തിനു വേണ്ടിയിട്ട് ഒന്ന് കഷ്ടപ്പെടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദർ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, അള്ളാഹുവിന്റെ അനുമതി കൊണ്ട് ജിബ്രീലും മലക്കുകളും ഒക്കെ ഇറങ്ങി വന്ന് സത്യവിശ്വാസികളായ ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായവും സമാധാനവും പ്രദാനം ചെയ്യുന്ന, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന, പ്രതിഫലം നൽകുന്ന ഒരു രാത്രി. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഹത്ത
ഹത്താ മത്ല സലാമുൻ ഹിയ, സമാധാനം കിട്ടും ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യൻ ഒഴിക്കുന്നതിന്റെ മുമ്പ്, ഉദിക്കുന്നത് വരെ. നമ്മൾ അവസാനത്തെ പത്തിൽ എന്താ ചെയ്യുക? സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങും. എന്നിട്ട് സുബൈസിന്റെ മുമ്പ് അത്താഴമൊക്കെ കഴിച്ച് പള്ളിക്കൊക്കെ പോയി പിന്നെ വന്നിട്ടൊന്ന് കടന്നുറങ്ങും. എന്നിട്ട് ളുഹറിന്റെ ഒരു കുറച്ച് സമയം മുമ്പ് പള്ളിയിൽ പോയിട്ട് ഭയങ്കരമായ എഴുത്തിക്കാഫാണ്. അത് തെറ്റാണെന്നല്ല ഈ പറയണത്. അള്ള പറയാണ്, കൂട്ടരെ പായും മടക്കി പോയിക്കണ ഇവിടുന്ന്. സൂര്യൻ ഉദിക്കണീന്റെ മുമ്പ് ഇവിടുന്ന് പോയി കഴിഞ്ഞു. പിന്നെ എന്തിനാണത്? ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ രാത്രിയാണോ എന്നൊരു ചോദ്യമുണ്ടോ? പകല് എന്ന് പറഞ്ഞാൽ രാത്രിയാണോ എന്ന് ആരും ചോദിക്കുവോ? ഇല്ലല്ലോ. ലൈലത്തുൽ ഖദറാണ് നിർണയത്തിന്റെ നിശ, നിർണയത്തിന്റെ രാത്രി എന്നതാണ്. സ്വന്തം പായയിൽ കിടന്നു മാത്രം പരിചയമുള്ള, ഉറങ്ങിയാൽ അവിടെ കിടന്നാൽ മാത്രം ഉറക്കമുള്ള ആളുകൾ പടച്ചവന്റെ പള്ളിയിൽ വന്ന് ഒന്ന് കിടന്ന് പടച്ചവനോടൊന്ന് പറയാൻ നമുക്ക് കഴിയും. നമുക്ക് നമ്മുടെ ആകാശത്തിന് മുകളിലൂടെ ഹൃദയം നടുക്കുമാറ്, ചെവി ധ്വനിക്കുമാറ് മിസൈലുകളും മറ്റുമൊക്കെ പാഞ്ഞു കളിച്ചാൽ നമ്മൾ അറിയാതെ ഉയർത്തും, പടച്ചവനിലേക്ക് കൈകൾ ഉയർത്തും. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ ഇങ്ങനെ വിഷമത്തിന്റെ മാനസികാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറബി രാജ്യങ്ങളിൽ. അള്ളാഹു അവർക്ക് ധൈര്യം നൽകുമാറാകട്ടെ, സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ, സ്വസ്ഥത പ്രദാനം ചെയ്യുമാറാകട്ടെ, ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഫുൾ ടൈം സാധ്യമല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ഇഴ്തികാഫെങ്കിലും അങ്ങനെ ഇസ്ലാമിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു രാത്രിയെങ്കിലും അള്ളാന്റെ പള്ളിയിൽ പോയിട്ട് ഖുർആൻ ഓതിയിട്ട് പടച്ചോനെ എന്ന് പറയാൻ, ആ ത്യാഗത്തിന്റെ കഥയെങ്കിലും പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പരിശുദ്ധ റമദാനിൽ എന്താണൊരു വ്യത്യാസമുള്ളത് എന്നാണ് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ, അവസാന രാത്രി, നിർണയ നിശ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ലൈലത്തുൽ ഖദർ ഇവിടെ ഇറങ്ങിയ സൗദി അറേബ്യയിൽ എങ്ങനെ അയക്കണം, അമേരിക്കയിൽ എങ്ങനെ അയക്കണം, ഈ ചർച്ചയിലാണ് മുസ്ലിം സമുദായത്തിന് താല്പര്യം. ഇഴ്തികാഫിന്റെ ചർച്ചയൊന്നും മുസ്ലിം സമുദായത്തിനില്ല. കാരണം അത് ചെയ്യാൻ അഭിപ്രായത്തില്ല. അഭിപ്രായത്തിലോടുത്ത് ചർച്ച ചെയ്താലോ ഇതൊക്കെ തീരുമാനാക്കിയിട്ട് വരും, എന്നിട്ട് ഞാൻ ഇഴ്തികാഫിന് വരാന്ന് പറഞ്ഞ് അവനാന്റെ പേരിൽ ഇരിക്കാലോ. അതുകൊണ്ട് മനസ്സിലൊരു നിയ്യത്ത് വെക്കണം. ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വിമുക്തിയാണ്. പാപങ്ങൾ പടച്ചതമ്പുരാൻ കഴുകിക്കളഞ്ഞതിന് ശേഷം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന അവസ്ഥയുണ്ടാകണം. വിശുദ്ധ ഖുർആനുമായി ആത്മബന്ധം പുലർത്തി അതിന്റെ പാരായണത്തിലേക്ക് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അവസാന ദിനരാത്രങ്ങളിലെ പുണ്യം ഏറ്റവും നന്നായി സ്വീകരിക്കാനും വാരിക്കോരിയെടുക്കാനും കഴിയുന്ന നോമ്പുകാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യൻ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമകരമായ സാഹചര്യം, പലസ്തീനിലെ ജനത അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ, പടച്ചവനെ, ഞങ്ങൾ പാപികളാണ്, പ്രയാസമനുഭവിക്കുന്നവരാണ്. നിന്റെ സഹായം കൊണ്ട് മാത്രമാണ് ഈ വിഷമസന്ധിയെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിന് കരുത്തും സത്യവിശ്വാസികളായ ആളുകൾക്ക് സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും ശത്രുക്കളുടെ ശത്രുതകളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ നീ കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ. ബൈത്തുൽ മുഖദ്ദസിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധിയെ നിലനിർത്താൻ പടച്ചവനെ നിന്റെ അപാരമായ സഹായം ഉണ്ടാകണേ തമ്പുരാനെ. ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളുമൊക്കെ അറബ് രാജ്യത്ത് താമസിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ വിഷമങ്ങളുണ്ട്. പടച്ച തമ്പുരാനെ, യുദ്ധക്കെടുതിയെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചുവരാനും സമാധാനപൂർവം ജീവിക്കാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اعف المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. سبحانك رب العزة عما يصفون